ആ നിങ്ങളെന്താ ഇവിടെ? ആ നീയാ? ഇന്ന് വെള്ളിയാഴ്ച അല്ലടാ, അപ്പൊ ഒന്ന് വെറുതെ ഇങ്ങനെ പാർക്കിലേക്ക് ഞങ്ങൾ ഇറങ്ങിയതാ. ആ അത് ശരി. അല്ല ഇയാളെവിടെ ജോലി ചെയ്യണ്? ഞാൻ ഹൗസ് വൈഫാണ്. ഇവൾക്ക് ജോലിയൊന്നും ഇല്ലടാ. ഓ അപ്പൊ നിങ്ങള് വീട്ടില് ജോലിക്കാരൊക്കെ ഉണ്ടാവൂല്ലേ? ഹേയ്, വീട്ടുജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്യാറ്. ഹേയ്, അപ്പൊ നീയല്ലേ പറഞ്ഞ നിന്റെ പെണ്ണിന് ജോലിയൊന്നും ഇല്ലാന്ന്? അതല്ലടാ ഞാൻ പറഞ്ഞേ, ഓൾക്ക് ജോലിയൊന്നും ഇല്ല, വീട്ടിലുള്ള പണികൾ മാത്രമേ ഉള്ളൂ. അത് ശരി. അപ്പൊ വീട്ടിലെ പണി എന്ന് പറഞ്ഞാൽ അതൊന്നും ഒന്നും അല്ല അല്ലേ? അതൊക്കെ ഒരു ജോലിയാണോ? അതൊക്കെ ഇവിടെ എന്നും വീട്ടിൽ ചെയ്യണതല്ലേ? ഇല്ല, എനിക്ക് ജോലിയൊന്നുമില്ല. ജോലിക്ക് പോണ ആളൊക്കെ ഒക്കെയാണേ. അതെ അതന്നെ. എന്നാ ശരി, നിങ്ങളടിച്ചു വിളിക്കേ, ഞാൻ നടക്കട്ടെ. അതെ, ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് ആരാ ഉണ്ടാക്കിയത്? നീ? അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടേ പുലർച്ചെ നീക്കണതാരാ? ഈ ഞാൻ തന്നെ അല്ലേ? അതെ. കഴിഞ്ഞിട്ട് മക്കളെ സ്കൂളിൽ വരുന്നതും ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ തന്നെ അല്ലേ? അതെ. പാത്രങ്ങളൊക്കെ കഴുകി വീടൊക്കെ തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കണതാരാ? ഞാൻ തന്നെ അല്ലേ? അതെ. മക്കള് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളും നോക്കലും രാത്രിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കലും അവരെ പഠിപ്പിക്കലൊക്കെ ചെയ്യുന്നതാരാ? ഞാൻ തന്നെ അല്ലേ? അതെ. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് നേരത്തെ വന്ന കൂട്ടുകാരനോട് എനിക്കൊരു പണിയില്ല നിങ്ങൾ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, എന്താ കുഴപ്പം? എനിക്ക് ജോലി ഇല്ലാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഈ വീട്ടമ്മല്ലേ? ചെയ്യുന്ന ജോലിക്ക് പേരുമില്ല കൂലിയില്ല, ആരോഗ്യം പോലും നോക്കാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു റെസ്റ്റ് പോലും എടുക്കാണ്ട് ഞങ്ങളെ പോലെ ഓടി നടന്ന് ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഒരു ജോലിയും ഇല്ല. ഞങ്ങളെ പോലത്തെ ആണുങ്ങളുടെ ഓരോ ചോദ്യവും, എന്താ കാലത്തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇവിടെ പണി, എന്താ നിങ്ങൾ ഇവിടെ മലമറിക്കുകയാണോന്ന്. നിങ്ങളെ പോലുള്ള ആൾക്കാരല്ലേ മെന്റാലിറ്റി മാറ്റിയാലാണ് ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുള്ളൂ, സമാധാനം കിട്ടുള്ളൂ. അന്റെ സ്വാതന്ത്ര്യം സമ്മാനം നഷ്ടപ്പെടാനേ വീട്ടിലിപ്പോ എന്താ എനക്ക് ഇതിന് മാത്രം പണി? ചക്കാന്ന് പറഞ്ഞ ചുക്ക് എന്ന് പറയണ നിങ്ങളോടൊക്കെ വാദിച്ചിട്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഞാൻ പോണ്.